ഓക്കെ, നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അൽഗോരിതം അനാലിസിസ് ഈ ക്വിക്ക് സോർട്ടിൻ്റെ നമ്മുടെ രണ്ടാമത്തെ സോർട്ടിംഗ് ടെക്നിക്കായിട്ടുള്ള ക്വിക്ക് സോർട്ട് അൽഗോരിതത്തോടുകൂടി നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ അൽഗോരിതം കാണുമ്പോഴും നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള അൽഗോരിതം അനാലിസിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ട്രീയിൽ അല്ലെങ്കിൽ ഗ്രാഫിലൊക്കെ വരുമ്പോൾ അൽഗോരിതംസ് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്നിൽ കൂടുതൽ വഴികളുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരേ കാര്യം ചെയ്യാൻ തന്നെ ഒന്നിൽ കൂടുതൽ അൽഗോരിതംസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ബെസ്റ്റ് ഏതാണെന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ട്രീയിലും ഗ്രാഫിലൊക്കെയാണ് നമുക്ക് ഇനി അൽഗോരിതം അനാലിസിസ് കുറച്ച് ഈ രീതിയിൽ ഡെപ്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ള ആദ്യത്തെ സ്റ്റാക്കിലോ ക്യൂലോ അതിലൊന്നും നമുക്ക് കാര്യമായിട്ട് അൽഗോരിതം അനാലിസിസ് അല്ലാണ്ട് അപ്ലൈ ചെയ്യാനില്ല. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള അൽഗോരിതംസാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വിക്ക് സോർട്ടിലേക്ക് വരികയാണ്. ക്വിക്ക് സോർട്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ക്വിക്ക് സോർട്ട് ഒരു പിവട്ട് എലിമെൻറ്റ്, പിവട്ട് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റർ പോയിൻ്റ് അതിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിവട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ ലെഫ്റ്റ് സബ് അറേ റൈറ്റ് സബ് അറേ എന്ന് പറഞ്ഞിട്ട് രണ്ട് അറേ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ലോജിക്കലി ഡിവിഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ലെഫ്റ്റ് സബ് അറേയിൽ എപ്പോഴും ആ പിവട്ടിനെക്കാളും ചെറിയ എലമെൻ്റ് ആയിരിക്കും, റൈറ്റ് സബ് അറേയിൽ പിവട്ടിനെക്കാളും വലിയ എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഈ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഈ ലെഫ്റ്റ് സബ് അറേയിലും റൈറ്റ് സബ് അറേയിലും വീണ്ടും ലെഫ്റ്റ് സബ് അറേയിൽ പിവട്ട് കണ്ടുപിടിക്കും, അതുപോലെ റൈറ്റ് സബ് അറേയിലും കണ്ടുപിടിക്കും. ലെഫ്റ്റ് സബ് അറേയിൽ ഈ പറഞ്ഞ പിവട്ടിൻ്റെ പൊസിഷൻ വെച്ചിട്ട് അതിൻ്റെ ലെഫ്റ്റ് സബ് അറേ അതിൻ്റെ റൈറ്റ് സബ് അറേ ക്രിയേറ്റ് ചെയ്യും. അവിടെയും ഈ പറഞ്ഞ ലെഫ്റ്റിൽ ചെറുതും റൈറ്റിൽ വലിയ എലമെൻറ്റ്സും ആയിരിക്കും. അതേപോലെ ഈ കാര്യം തന്നെ എല്ലാ കേസുകളിലും ചെയ്യും. അവസാനം സിംഗിൾ അറേയിൽ സിംഗിൾ എലമെൻറ്റ് മാത്രം ആവുന്ന കേസ്. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് കണ്ടീഷൻ ഉണ്ട്, പല അൽഗോരിതത്തിലും പല രീതിയിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ച അൽഗോരിതത്തിലാണെങ്കിലും റൈറ്റ് മൈനസ് ലെഫ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് നിർത്തും. അതായത് രണ്ടും ഒരേ ലെഫ്റ്റും റൈറ്റും ഒരേ പൊസിഷനിലെത്തുമ്പോൾ രണ്ടിൻ്റെയും മൈനസ് ഡിഫറൻസ് 0 ആവും. അപ്പോഴാണ് നമ്മൾ നിർത്തുന്നത്. അല്ലാത്ത കേസിൽ 1 or 2 ഒക്കെ ആകുമ്പോൾ നമ്മൾ വീണ്ടും തുടരുകയാണ് ചെയ്യുക. അപ്പോൾ അവരുടെ സൈസ് 1 ആയി എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നിർത്തും. ഇനി നമുക്ക് സോർട്ട് ചെയ്യാനില്ല, ഇനി നമുക്ക് പിവട്ട് കണ്ടുപിടിക്കാനോ വേറൊന്നും ചെയ്യാനില്ല, ആ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് ലോജിക്കൽ ഡിവിഷൻ മാത്രമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സിംഗിൾ അറേ ആവുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി അത് സോർട്ടഡ് ആയി കിട്ടുകയാണ് ചെയ്യുക. നമ്മൾ ഇനി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി പിവട്ട് കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അത് സോർട്ടഡ് ഓർഡറിലായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സിംഗിൾ എലമെൻ്റ് ആകുമ്പോൾ അവരെല്ലാവരും സോർട്ടഡ് ഓർഡറിൽ ആയിത്തീരുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ. ഇതിലൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ട്, ഞാൻ ജസ്റ്റ് അതിൻ്റെ സമ്മറി മാത്രമാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ അത്രയൊന്നും ഉള്ളിലേക്ക് അൽഗോരിതം അനാലിസിസ് ചെയ്യുമ്പോൾ വളരെ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇത്രയാണ് ആവശ്യമുള്ളൂ. ഓക്കെ, അൽഗോരിതം അനാലിസിസ് നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് നമ്മൾ അത്രയും ചെറിയ പ്രിസൈസ് ആയിട്ടല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ റഫ് കാൽക്കുലേഷൻ മാത്രമാണ്. ഓക്കെ, അതായത് മില്ലി സെക്കൻഡിലോ മൈക്രോ സെക്കൻഡിലോ നാനോ സെക്കൻഡിലോ അല്ലെങ്കിൽ താഴെയുള്ള പൈക്കോ സെക്കൻഡിലോ എന്നല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ റഫായിട്ട് രണ്ട് അൽഗോരിതം എടുക്കുമ്പോൾ റഫായിട്ടുള്ള അതിൻ്റെ വ്യത്യാസം അത് റഫ്ലി തന്നെ രണ്ട് അൽഗോരിതംസ് തമ്മിൽ പെർഫോമൻസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, എന്തായാലും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ റഫ് ആയിട്ടുള്ള ഒരു കമ്പാരിസനാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അൽഗോരിതം എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ചൂസ് പിവട്ട് എന്നുള്ളതാണ്. പിവട്ടിനെ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം പിവട്ടിനെ ചൂസ് ചെയ്യാൻ പല സ്ട്രാറ്റജി ഉണ്ട്. നമ്മൾ ഉപയോഗിച്ചത് റൈറ്റ് മോസ്റ്റ് എൻഡിലത്തെ വാല്യൂവിനെ എടുക്കുക എന്നുള്ളതാണ്. ഏത് രീതി വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ ഏതാണെങ്കിലും നമുക്കൊരു കോൺസ്റ്റൻറ്റ് ടൈമാണ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ എലമെൻ്റ് ആണെങ്കിലും ചൂസ് ചെയ്യാനാണെങ്കിൽ ആദ്യത്തെ എലമെൻറ്റിനെ പിവട്ട് ഈക്വൽ ടു A(0) എന്ന് എഴുതുകയാണെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടൈം മാത്രം മതി. ബികം ഓഫ് പിവട്ട് ഈക്വൽ ടു A(n-1) എന്ന് പറയാനും നമുക്ക് സിംഗിൾ ടൈമേ ആവശ്യമുള്ളൂ, കോൺസ്റ്റൻറ്റ് ടൈമേ ആവശ്യമുള്ളൂ. അതുപോലെ പിവട്ട് ഈക്വൽ ടു A(n/2) എന്ന് പറയാൻ നടുവിലത്തെയാണ് അല്ലെങ്കിൽ വേറെ ഇതിനാണ് എന്ന് പറയാനും നമുക്ക് കോൺസ്റ്റൻറ്റ് ടൈം തന്നെ മതി. ഓക്കെ, വലിയ കോംപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് പാർട്ടീഷനിങ് ആണ്. പാർട്ടീഷനിങ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്നൊരു 2 ലൂപ്പുകളുണ്ട്. പക്ഷേ 2 ലൂപ്പുകളും ഇൻഡിപെൻഡൻ്റ് ആണ്, ഒന്ന് മറ്റേതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉള്ളിലല്ല. ഓക്കെ, അതായത് എന്നുള്ളത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നു, J എന്നുള്ളത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഡിക്രിമെൻറ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ പൊസിഷനിൽ തന്നെ Jയും നിന്നു വരാം, തൊട്ടടുത്ത പൊസിഷനിലും ചിലപ്പോൾ നിന്നു വരാം, അതിൻ്റെ അടുത്ത പൊസിഷനിലും ചിലപ്പോൾ നിന്നു വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ നിന്നിട്ട് ചിലപ്പോൾ നമുക്ക് n ടൈംസ് തന്നെ നമുക്ക് എടുത്തു വരാം. ഓക്കെ, അല്ല എങ്കിൽ ചിലപ്പോൾ അങ്ങനെ പ്രോഗ്രസീവ്ലി പോയിട്ട് ചിലപ്പോൾ 1 or 2 എക്സ്ചേഞ്ചുകൾ മാത്രമേ ചിലപ്പോൾ നടത്തിയെന്ന് വരുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. പാർട്ടീഷനിങ് ചെയ്തിട്ട് നമ്മൾ
അവരെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. പാർട്ടീഷൻ ചെയ്യുക എന്നുള്ളതിൽ നമ്മൾ ചെയ്യുന്നത് എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഐ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും ജെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും വരുന്നു. വാല്യൂസിനെ ഐ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റുള്ളത് എപ്പോഴും ചെറുതാവണം. വലിയ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ റൈറ്റ് സൈഡിലേക്ക് പോകും. ജെയിൽ എപ്പോഴും വലിയ വാല്യൂസ് ഉണ്ടാവണം. അവിടെ ചെറിയ വാല്യൂസ് ആണെങ്കിൽ അതിനെ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ഐയും ജെയും ക്രോസ് ചെയ്യുന്നത് വരെ ഈ പ്രോസസ്സ് തുടരും. അപ്പോൾ നമുക്ക് പറയാം n ടൈംസ് വർക്ക് ചെയ്യുന്നു അല്ലേ. ഐയും ജെയും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ക്രോസ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ i(n-1) റഫലി പറയുകയാണ് i(n-2) വരെ വർക്ക് ചെയ്തു. അവിടുന്ന് 0 മുതൽ n-2 വരെ n/2 വരെ വർക്ക് ചെയ്തു. n-2 അല്ല, സോറി, n/2 വരെ വർക്ക് ചെയ്തു. ജെ എന്നുള്ളത് അതുപോലെ n-1 മുതൽ n/2 വരെ ഇങ്ങോട്ടും തിരിച്ചും വന്നു, കുറഞ്ഞും വന്നു. അപ്പോൾ രണ്ടുപേരും കൂടി n/2 ടൈംസ്, അതായത് n ടൈംസ് എന്ന് ജനറലി പറയാം. അപ്പോൾ പാർട്ടീഷനിങ് കൺസ്യൂം ചെയ്യുന്ന ടൈം ഏകദേശം (n) ആണ്. ഓക്കെ, ഇനി അടുത്താണ് പ്രധാനം. ഇവിടെയാണ് നിങ്ങൾ ബൈനറി സെർച്ചിൻ്റെ കാര്യം ഓർക്കേണ്ടത്. ഓക്കെ, നമ്മളെപ്പോഴും ക്വിക്ക് സോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു പിവട്ട് എലമെൻറ്റ് ചൂസ് ചെയ്ത് ആ പിവട്ട് എലമെൻറ്റിൻ്റെ ബേസിൽ നമ്മുടെ അറേനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ബൈനറി സെർച്ചിലും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അവിടെ നമ്മൾ പിവട്ട് എന്നുള്ള പേര് പറഞ്ഞില്ല, നമ്മൾ മിഡിൽ എലമെൻ്റ് എന്നാണ് കൂടുതൽ എക്സൈറ്റഡ് പറഞ്ഞത്. അവിടെ നമുക്ക് പിവട്ട് എന്ന് പറയാനല്ല കൂടുതൽ താല്പര്യം, നമുക്ക് എപ്പോഴും മിഡിലാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ അതുകൊണ്ട് അവിടെ മിഡിൽ എന്ന് പറയും. ഇവിടെ നമുക്ക് മിഡിൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം പിവട്ട് മിഡിൽ എലമെൻ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പോൾ താഴത്തെ രണ്ട് കേസുകൾ നോക്കാം, ആവറേജ് കേസ് അല്ലെങ്കിൽ ബെസ്റ്റ് കേസ്, രണ്ടും പറയാം കേട്ടോ. ആവറേജ് കേസും ബെസ്റ്റ് കേസിനെയും നമുക്ക് ഇതേപോലെ പറയാം. ഓക്കെ, അതായത് പി എക്സാക്റ്റ് സെൻറ്റർ ആണെങ്കിൽ, പിവട്ട് എലമെൻറ്റ് എക്സാക്റ്റ് സെൻറ്ററിൽ വരുന്ന എലമെൻ്റ് ആണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയതെങ്കിൽ, നമ്മളിപ്പോൾ എക്സാക്ട്ലി നടുവിൽ വരുന്നതാണോ നോക്കിയിട്ടല്ല പിവട്ട് സെലക്ട് ചെയ്യുക. അതല്ല നമ്മുടെ സ്ട്രാറ്റജി. നമ്മൾ റൈറ്റ് മോസ്റ്റ് എൻഡിലുള്ളത് അല്ലെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ അല്ലെങ്കിൽ നടുവിലുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന്. ഓക്കെ, അതായത് കൃത്യം ഈ എലമെൻറ്റ്സ് മുഴുവൻ നോക്കിയിട്ട് അതിലത്തെ ഏറ്റവും നടുവിലത്തെ എലമെൻറ്റ് അത് ചൂസ് ചെയ്യേണ്ട, അത് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പി എലമെൻറ്റ് ചൂസ് ചെയ്തു. സപ്പോസ് അത് സെൻട്രൽ പോയിൻറ്റിലാണ് വരുന്നത് വിചാരിക്കുക, അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് വരുന്നതെങ്കിൽ അതാണ് അതിൻ്റെ ബെസ്റ്റ് കേസ്. ഓക്കെ, അതാണ് നമ്മുടെ ക്വിക്ക് സോർട്ടിൻ്റെ ബെസ്റ്റ് കേസ്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് 2 ഈക്വൽ ഹാഫ്സ് വരുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ഓക്കെ, ബെസ്റ്റ് കേസിൽ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഇത് നമ്മുടെ ബൈനറി സെർച്ചിനോട് ഈക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യം ബൈനറി സെർച്ചിനോട് ഈക്വലൻ്റ് ആണ്. ബൈനറി സെർച്ചിൽ നമ്മൾ കൃത്യം നടുവിൽ വന്ന് 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യാം. അവിടെയാണ് നമ്മുടെ log n എന്നുള്ള കാര്യം വരുന്നത്. അപ്പോൾ എപ്പോഴും കൃത്യം നടുവിൽ വന്നിട്ട് നമ്മൾ 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യുമ്പോൾ അവിടെ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ log n ആണ്. ബൈനറി സെർച്ച് നമ്മൾ ഓൾറെഡി കാണുണ്ടായി. അപ്പോൾ log n ആണ് അവിടെ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത അതുപോലെ ക്വിക്ക് സോർട്ട് നമ്മൾ ലെഫ്റ്റ് അറയിലും അതേപോലെ റൈറ്റ് അറയിലും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ log n എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ സമയം വരുന്നത് n/2 നമുക്ക് പറയാം. ഓക്കെ, എന്നാണ് ടോട്ടൽ സമയം. n/2 ലെഫ്റ്റിലും വരുന്നു, n/2 റൈറ്റിലും വരുന്നു. ഓക്കെ, എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ട ഒരു കാര്യം, നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന 2 പ്രോസസ്സാണ്. ഒരിക്കൽ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ചെയ്യുന്ന സോർട്ടുകളാണ് ഈ 2 ലെഫ്റ്റ് അറയും റൈറ്റ് അറയും ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ സോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതേ പ്രോസസ്സുകൾ തന്നെ വീണ്ടും തുടങ്ങണം. അപ്പോൾ പാർട്ടീഷൻ്റെ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്വിക്ക് സോർട്ടുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ക്വിക്ക് സോർട്ടുകളുടെ റൺ ടൈം നമുക്ക് log n എന്ന് പറയുകയാണെങ്കിൽ, മുകളിൽ നമ്മുടെ എന്താണ് നെസ്റ്റഡ് ലൂപ്പ് വരുന്നത് പോലെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 2 ലൂപ്പുകൾ പറഞ്ഞു. ഒന്ന് for i = 0 എന്നുള്ളത് for j = 0. ഒന്നിൻ്റെ ഉള്ളിലാകുമ്പോൾ ഉള്ളിലത്തത് n ടൈംസ് വർക്ക് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ പാർട്ടീഷൻ എന്നുള്ളത് n ടൈംസ് വർക്ക് ചെയ്യുകയാണ്. അതിനുള്ളിലുള്ള ക്വിക്ക് സോർട്ടുകൾ log n ടൈംസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് n/log n, അതായത് n അവിടെ പറഞ്ഞു, അതിന് n² എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് n/log n എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ വരുന്ന ഈ ക്വിക്ക് സോർട്ടിൽ വരുന്ന ബെസ്റ്റ് കേസിൽ വരുന്ന റൺ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ n/log n ആണ് ഇവിടെ വരുന്നത്. അതായത് എക്സാക്ട് സെൻറ്ററിലാണ് പിവട്ട് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് log n ടൈമാണുള്ളത്. ഇനി ഈ പിവട്ടിനെ കണ്ടുപിടിക്കണമെങ്കിൽ n ടൈംസ് ഈ അറേ വർക്ക് ചെയ്യണം, മീൻസ് അതിലൂടെ ട്രാവേഴ്സ് ചെയ്യണം. അപ്പോൾ n/log n എന്നുള്ളതാണ് നമുക്ക് ബെസ്റ്റ് കേസിൽ വരുന്ന ക്വിക്ക് സോർട്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതേപോലെ തന്നെ ആവറേജ് കേസും ഏകദേശം, ആവറേജ് കേസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കേസ് അല്ലാത്തത്, അതുപോലെ വേസ്റ്റ് കേസും അല്ലാത്തത്. അപ്പോൾ പി ചിലപ്പോൾ ഒരു പൊസിഷൻ അങ്ങോട്ട് മാറാം, ഇങ്ങോട്ട് തൊട്ടിപ്പുറത്തേക്ക് മാറാം, അല്ലെങ്കിൽ 2 പൊസിഷൻ അപ്പുറത്തേക്ക് മാറാം, 2 പൊസിഷൻ അപ്പുറത്തേക്ക് മാറാം എന്നൊക്കെയുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അവിടെയും നമുക്ക് ആവറേജ് കേസ് അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് വരുന്നത് n/log n തന്നെയാണ്. ഓക്കെ, n² ഒരിക്കലും പോകുന്നില്ല. ഓക്കെ, n² പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതാണ് ആവറേജ് കേസിൽ. ഓക്കെ, ഇനി വേസ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വിക്ക് സോർട്ടിൽ വേസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ പിവട്ട് ഒന്നില്ലെങ്കിൽ സ്മോളസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ്.
പിവട്ട് എക്സാക്റ്റ് സെൻട്രലാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്മോളസ്റ്റിൻ്റെയും ലാർജസ്റ്റിൻ്റെയും കൃത്യമായ നടുവിലാണ് ആ വാല്യൂ എങ്കിൽ നമുക്കതിനെ ബെസ്റ്റ് കേസ് എന്ന് പറയാം. കുറച്ച് അപ്പുറത്താണെങ്കിൽ അതിനെ ആവറേജ് കേസ് എന്ന് പറയാം. വേഴ്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ പിവട്ട് ഏറ്റവും ചെറിയ എലമെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ എലമെൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? പിവട്ടാണ് ഈ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ വരിക. അതിൻ്റെ ലെഫ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അതിന് സബ് അറേ ഇല്ല, അതിൻ്റെ റൈറ്റിൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ n-1 എന്നുള്ള ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്നാണ്. അപ്പോൾ പിവട്ടിൻ്റെ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി n-1 എലമെൻറ്റ്സും അതിൻ്റെ റൈറ്റ് സബ് അറേയിലാണ് വരുന്നത്. ഓക്കെ, ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് കേസാണ് നമ്മുടെ പിവട്ട് എലമെൻറ്റ് ലാർജസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല, n-1 എലമെൻറ്റ്സും അതിൻ്റെ ലെഫ്റ്റിൽ വരുന്നു. അതായത് ഫലത്തിൽ n എലമെൻറ്റ്സിനെ നമ്മൾ സോർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു പിവട്ട് ചൂസ് ചെയ്തു, അതിൻ്റെ റൈറ്റിലോ ലെഫ്റ്റിലോ n-1 എലമെൻറ്റ്സ് വരുന്നു. വീണ്ടും ആ n-1 എലമെൻറ്റ്സിൽ നമ്മൾ പറയുന്ന വേഴ്സ്റ്റ് കേസ് അനുസരിച്ച് അടുത്ത പ്രാവശ്യവും അതിലത്തെ സ്മോളസ്റ്റ് ആണ് നമ്മൾ പി ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലാർജസ്റ്റ് ആണ് പി ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ ലെഫ്റ്റിലോ റൈറ്റിലോ n-2 എലമെൻറ്റ്സ്. ആദ്യം n എലമെൻറ്റ്സ് സോർട്ട് ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ n-1 എലമെൻറ്റ്സ് വന്നു, അടുത്ത n-2 എലമെൻറ്റ്സ് വന്നു, അടുത്ത n-3 എലമെൻറ്റ്സ് വന്നു. അപ്പോൾ n എലമെൻറ്റിനെ സോർട്ട് ചെയ്യണമെങ്കിൽ n-1 പി അവിടെ ഉണ്ട്, അതിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പീനെ കണ്ടുപിടിക്കാൻ നമുക്ക് n ടൈംസ് എടുത്തു എന്ന് പറയാം. അപ്പോൾ n പ്ലസ് നമുക്ക് സമയം, ഏതാ സമയം വേണ്ടി വന്നത്? ഇപ്പോൾ നമ്മൾ പറയുകയാണ് f(n) = എന്ന് പറയുകയാണെങ്കിൽ f(n) = എന്ത് പറയാം? n എലമെൻറ്റ്സിനെ നമ്മൾ സോർട്ട് ചെയ്യേണ്ടത് f(n) = എന്ന് പറയാം. പീനെ ചൂസ് ചെയ്യാനെടുത്ത സമയം n അല്ലേ, പാർട്ടീഷൻ ചെയ്യാനെടുത്ത സമയം n പ്ലസ് ഇനി എന്ത് ചെയ്യണം? റൈറ്റ് സബ് അറേയിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സബ് അറേയിൽ മാത്രമേ എലമെൻറ്റ്സ് ഉള്ളൂ, n-1 എലമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് പറയാം f(n-1) എഴുതണം. ഓക്കെ, നിങ്ങളൊന്ന് എഴുതി നോക്കുക. f(n) = n പ്ലസ് f(n-1). ഇനി f(n-1) എങ്ങനെ എഴുതാം? ഇതൊരു റിക്കറൻസ് റിലേഷനാണ്, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. f(n-1) എന്ന് പറയാൻ എങ്ങനെ എഴുതാം നമ്മൾ? n-1 അല്ലേ, n എലമെൻറ്റ്സിൽ പിവട്ടിനെ ചൂസ് ചെയ്യാൻ n പ്ലസ് f(n-1) കിട്ടി. അടുത്തത് f(n-1) ചൂസ് ചെയ്യാനോ n-1 പ്ലസ് f(n-2). അടുത്ത f(n-2) f(n-2 = n-2 പ്ലസ് f(n-3). അതങ്ങനെ പോവും 1 ആവുന്നത് വരെ. ഓക്കെ, അപ്പോൾ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ 1 + 1 + 1 + അല്ലേ, 1 + 2 + 3 + അങ്ങനെ സ്റ്റെപ്പ് കൂട്ടി വരികയാണെങ്കിൽ നമുക്ക് n പ്ലസ് അല്ലേ, നമുക്ക് n² ടൈംസ് നമ്മൾ ഓൾറെഡി കാണുന്നുണ്ടായി. 1 + 2 + 3 + 4 അങ്ങനെ n-1 വരെ പോവുകയാണെങ്കിൽ n × n-1/2, അതായത് n² - n/2 ആണ് വരികയെന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ അൽഗോരിതത്തിൽ കാണുന്നുണ്ടായി. ഓക്കെ, ഇവിടെ കാണുന്നുണ്ടായി അല്ലേ. ഇതേ കാര്യം തന്നെ അവിടെ വരുന്നത്, റിക്കറൻസ് റിലേഷൻ അല്ലേ. നമുക്ക് നോക്കുക, f(n) കാണണമെങ്കിൽ n പ്ലസ് n-1 f(n-1). ഓക്കെ, അടുത്ത f(n-1) = എന്താ? n-1 പ്ലസ് f(n-2). n-2 = എന്താ? n-2 പ്ലസ് f(n-3). അതങ്ങനെയാണ് പോകുന്നത്, അങ്ങനെ 1 വരെ. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു റിലേഷൻ തന്നെയാണ് വരിക. അപ്പോൾ n × n-1/2, അതായത് n² - n/2. അപ്പോൾ അതിനെ നമ്മൾ ബിഗോം ഓഫ് n² എന്നാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വേഴ്സ്റ്റ് കേസിൽ നമ്മുടെ ക്വിക്സോർട്ടിൽ വരുന്ന ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ബിഗോം ഓഫ് n² ആണ്. അപ്പോൾ നമ്മുടെ ബബിൾ സോർട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേഴ്സ്റ്റ് കേസിൽ ക്വിക്സോർട്ടിന് യാതൊരുവിധ അഡ്വാൻറ്റേജും ഇല്ല. പേര് പറയുന്നത് പോലെ പേര് ക്വിക്കാണ്, പക്ഷേ ഒരിക്കലും അതിന് വേറെ അഡ്വാൻറ്റേജ് വരുന്നില്ല. ഏത് കേസിൽ? വേഴ്സ്റ്റ് കേസിൽ. എന്നാൽ ബെസ്റ്റ് കേസിലും ആവറേജ് കേസിലും അങ്ങനെയല്ല, അതിന് n log n ടൈം മാത്രമേ വേണ്ടൂ. എന്നാൽ ബബിൾ സോർട്ട് അങ്ങനെയല്ല. ബബിൾ സോർട്ടിൽ ബെസ്റ്റ് കേസാണെങ്കിലും എന്താണെങ്കിലും ആ എലമെൻറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ കേസിലും അതിന് n² തന്നെയാണ് വരിക. ഓക്കെ, എന്നാൽ ക്വിക്സോർട്ട് ആവറേജ് കേസിലും ബെസ്റ്റ് കേസിലും n log n ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ. അത് n² ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ക്വിക്സോർട്ട് ഈസ് ബെറ്റർ ദാൻ ബബിൾ സോർട്ട് ഇൻ ടേംസ് ഓഫ് അല്ലെങ്കിൽ ഇൻ 2 കേസസ്, ആവറേജ് ആൻഡ് ബെസ്റ്റ് കേസസ് നമുക്ക് പറയാം. ഓക്കെ, എന്നാൽ വേഴ്സ്റ്റ് കേസിൽ നമ്മുടെ ക്വിക്സോർട്ടിൻ്റെ പെർഫോമൻസ് ബബിൾ സോർട്ടിനെക്കാട്ടിലും ഒട്ടും മെച്ചമല്ല, ഒരേപോലെ തന്നെയാണ്. അതും ബിഗോം ഓഫ് n² തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വിക്സോർട്ടിൻ്റെ കാര്യം പറഞ്ഞത് ഇത്ര പ്രധാനപ്പെട്ട ഇത്ര സ്റ്റെപ്പുകളേ ഉള്ളൂ. പിവട്ട് ചൂസ് ചെയ്യുക, അത് ബിഗോം ഓഫ് 1 ആണ്, നമുക്ക് കണക്കാക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഓക്കെ, അടുത്തത്
പാർട്ടീഷനിങ് ഇൻറ്റു 2 സെറ്റ്സ് ആണ് ബിഗോം ഓഫ് n ആണ്. അതിനുള്ളിലാണ് 2 ക്വിക്ക് സോർട്ടുകൾ വരുന്നത്. അപ്പോൾ ലോഗൻ 2 ലോഗൻ വരുന്നു. അത് 2 ലോഗൻ മീൻസ് ലോഗൻ പ്ലസ് ലോഗൻ 2 ലോഗൻ നമുക്ക് എഴുതാം. 2 ലോഗൻ ഇൻറ്റു പാർട്ടീഷനിങ്ങിൻ്റെ ഉള്ളിലാണ് ക്വിക്ക് സോർട്ട് 2 വരുന്നത്. ഓക്കെ, പാർട്ടീഷൻ ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന 2 ഓപ്പറേഷനാണ് 2 ക്വിക്ക് സോർട്ടുകൾ. അപ്പോൾ പാർട്ടീഷൻ്റെ ഉള്ളിലാണ്. ഇനി അടുത്ത് പാർട്ടീഷൻ ചെയ്ത് വീണ്ടും ഈ 2 ക്വിക്ക് സോർട്ടുകൾ വിളിക്കും. അപ്പോൾ ഓക്കെ ഈ 2 ക്വിക്ക് സോർട്ടുകൾ എത്ര പ്രാവശ്യം വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടീഷൻ വർക്ക് ചെയ്യുന്നതനുസരിച്ച് അത്രയും പ്രാവശ്യം നമ്മുടെ ഈ ക്വിക്ക് സോർട്ടുകളും വർക്ക് ചെയ്യും. അപ്പോൾ n ഇൻറ്റു 2 ലോഗൻ നമുക്ക് പറയാം. 2 ലോഗൻ 2 നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടു. 3m² എന്നുള്ളത് വരെ നമുക്ക് m² എന്ന് മാത്രം എഴുതാൻ പറ്റി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 2 ലോഗൻ എന്നുള്ളത് ലോഗൻ എന്ന് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ n ഇൻറ്റു ലോഗൻ എന്നുള്ളതാണ് നമ്മുടെ ക്വിക്ക് സോർട്ടിൻ്റെ ആവറേജ് കേസിലും ബെസ്റ്റ് കേസിലും വരുന്ന റണ്ണിങ് ടൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആ 2 കേസുകളിൽ മാത്രമാണ് ക്വിക്ക് സോർട്ട് മീൻസ് ബബിൾ സോർട്ടിനെ അപേക്ഷിച്ച് ബെറ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആവറേജ് കേസ് ബെസ്റ്റ് കേസ് ഞാൻ ആവറേജ് കേസിന് എഴുതി. ഇത് ശരിക്കും ബെസ്റ്റ് കേസാണ്. പിവട്ട് എലമെൻറ്റ് സെൻറ്റർ ആവുന്നത് ബെസ്റ്റ് കേസാണ്. ഓക്കെ, ആവറേജ് കേസും ബെസ്റ്റ് കേസിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് കേസിൽ പി എന്നുള്ളത് കൃത്യം സെൻറ്ററിലായിരിക്കും. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബൈനറി സെർച്ചാണ് നമുക്ക് ഓർക്കേണ്ടത്. ബൈനറി സെർച്ചിൽ അങ്ങനെ നമ്മുടെ മിഡിൽ എലമെൻറ്റ് കണ്ടിട്ട് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകുന്നു മാത്രമാണ്. അവിടെ ലെഫ്റ്റിലേക്ക് മാത്രമേ പോകുള്ളൂ. അപ്പോൾ നമ്മൾ ലോഗൻ എന്ന് പറയും. ഇവിടെ ലെഫ്റ്റിലേക്കും പോകും റൈറ്റിലേക്കും പോകും. അപ്പോൾ 2 ലോഗൻ ഉണ്ട്, ലോഗൻ പ്ലസ് ലോഗൻ. അപ്പോൾ 2 ലോഗൻ. ഓക്കെ, ഒരു ക്വിക്ക് സോർട്ടിൻ്റെ ഉള്ളിലല്ല മറ്റേ ക്വിക്ക് സോർട്ട്, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ഒന്ന് ക്വിക്ക് സോർട്ട് ഓഫ് ലെഫ്റ്റ് അറയാണ്, ഒന്ന് ക്വിക്ക് സോർട്ട് ഓഫ് റൈറ്റ് അറയാണ്. ഓക്കെ, അപ്പോൾ 2 ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ പ്ലസ് ആണ് നമ്മൾ ചെയ്യുക. ഒന്നിൻ്റെ ഉള്ളിലാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, രണ്ടും വേറെ വേറെ സ്റ്റെപ്പുകളാണെങ്കിൽ പ്ലസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ചൂസ് പിവട്ടും അതുപോലെ പാർട്ടീഷനും തമ്മിൽ ബന്ധമില്ല. അതായത് പിവട്ട് ചൂസ് ചെയ്തു, അതിനുശേഷം നമ്മൾ പാർട്ടീഷൻ ചെയ്യാണ് ബന്ധം. അപ്പോൾ അത് പിവട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതൊരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ട് പാർട്ടീഷൻ ചെയ്യുക എന്നുള്ളത് വേറെ സ്റ്റെപ്പാണ്. പാർട്ടീഷൻ ചെയ്തതിന് ശേഷം നമുക്ക് 2 ക്വിക്ക് സോർട്ടുകൾ അതിൽ അപ്ലൈ ചെയ്യേണ്ട പാർട്ടീഷൻ്റെ ബേസിൽ. അപ്പോൾ പാർട്ടീഷൻ്റെ ഉള്ളിൽ വരുന്നതാണ് 2 ക്വിക്ക് സോർട്ടുകൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് കൂടി നമ്മൾ നോക്കുമ്പോൾ മാക്സിമം വരുന്ന സമയം n ഇൻറ്റു ലോഗ് എന്നുള്ളതാണ്. 2 ലോഗ് എന്നുള്ളതിൽ 2 നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അതുകൊണ്ട് n ഇൻറ്റു ലോഗൻ എന്നുള്ളതാണ് നമുക്ക് വരുന്ന ക്വിക്ക് സോർട്ടിലെ നമ്മുടെ ആവറേജ് കേസിലും ബെസ്റ്റ് കേസിലും വരുന്ന റണ്ണിങ് ടൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ബെസ്റ്റ് കേസിൽ ഈ പറയുന്നത് പോലെ സ്മോളസ്റ്റോ ലാർജസ്റ്റോ എലമെൻറ്റ് വരുമ്പോൾ നമുക്കൊരിക്കലും 2 ഹാഫായിട്ട് അല്ലെങ്കിൽ 2 പാർട്ടീഷനിങ് ആക്കാൻ പറ്റില്ല. ഒറ്റ പാർട്ടീഷനിങ് മാത്രമേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രം. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് അവിടെ ഒരു ടൈമിൽ റിഡക്ഷൻ വരുന്നില്ല. n കണ്ടുപിടിക്കണമെങ്കിൽ n-1 കണ്ടുപിടിക്കുക എന്നുള്ള അവസ്ഥയാണ്. n-1 കണ്ടുപിടിക്കണമെങ്കിൽ n-2 കണ്ടുപിടിക്കുക എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ റെക്കറൻസ് റിലേഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുല വരുന്നത് n ഇൻറ്റു n-1/2 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജനറലി n² എന്നേ എഴുതാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ടോട്ടലി പറയുന്നത് n² ടൈംസ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ആ ഫോർമുല വെച്ച് നമുക്ക് എഴുതാം. ഓക്കെ, f(n) ഈക്വൽ ടു മുകളിലാണെങ്കിൽ n ഇൻറ്റു 2 ലോഗൻ എഴുതാം. അതിന് ശേഷം അത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു g(n) ആയിട്ട് n ഇൻറ്റു ലോഗൻ എടുക്കുക, c കണ്ടുപിടിക്കുക. അതൊരു അസൈൻമെൻറ്റായിട്ട് നിങ്ങൾ ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അവിടെ c എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. g(n) ഇപ്പോൾ നമ്മൾ പറഞ്ഞു n ലോഗൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, n ലോഗൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, മിനിമം നമ്പർ ഓഫ് ഇൻപുട്സ് 1 വെച്ച് നമുക്ക് c കിട്ടുന്നുണ്ടോ നോക്കുക. അതുതന്നെ n = 2 ആകുമ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. n = 3 ആകുമ്പോൾ അതൊരു പ്രോഗ്രസീവ് മാനറിലാണ് അവരുടെ ഡിഫറൻസ് വരുന്നതെങ്കിൽ നമുക്ക് ഇനി നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഉറപ്പിക്കാം അത് ഓക്കെ ആണെന്ന്. ഓക്കെ, n ലോഗൻ ഓക്കെ ആണെന്ന്. അല്ല പ്രോഗ്രസീവ് അല്ല, അത് കുറയുന്നു കൂടുന്നു അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, ചിലപ്പോൾ കുറഞ്ഞു തീരെ ആ കണ്ടീഷൻ തെറ്റായിട്ട് വരാം. f(n) ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു g(n) എന്നുള്ളത് തെറ്റായി വരാം. അപ്പോൾ അങ്ങനെ പറ്റില്ല. പ്രോഗ്രസീവായിട്ട് കൂടുകയാണെങ്കിൽ ആ ഡിഫറൻസ് കൂടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. 2-3 സ്റ്റെപ്പിലൂടെ നമുക്ക് ഉറപ്പിക്കാം. n-ൻ്റെ വാല്യൂ 2-3 കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അൽഗോരിതം അനാലിസിസ് എന്നുള്ളത് പ്രധാനപ്പെട്ട നമ്മുടെ തുടക്കം. ഓക്കെ, പ്രധാനപ്പെട്ട അൽഗോരിതംസാണ് സെർച്ചിങ്, സോർട്ടിങ്. അതിൽ നമ്മൾ ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച് രണ്ടും നമ്മൾ കണ്ടു. സോർട്ടഡ് ഓർഡറിലാണെങ്കിലാണ് ബൈനറി സെർച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ സോർട്ടഡ് ഓർഡറിലാണെങ്കിലും ലീനിയർ സെർച്ചിൽ നമുക്ക് വേഴ്സ്റ്റ് കേസിൽ പറയാവുന്നത് ബിഗോം ഓഫ് n തന്നെയാണ്. ഓക്കെ,